പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ പുതുമാസത്തിലൊരു പുതിയ ചിന്തയുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. നമ്മളെ ജീവിതത്തിൽ പലരും കണക്കുകൂട്ടലനുസരിച്ചാണ് ജീവിക്കുന്നത്. പലതരത്തിലുള്ള കണക്കുകൂട്ടൽ നമുക്കുണ്ട്. മുന്നോട്ട് എങ്ങനെ ആയിരിക്കണം, എന്ത് വാങ്ങണം, എന്ത് ചെയ്യണം, എങ്ങനെയായാലും നമുക്ക് സക്സസ് ആകാൻ കഴിയും. പല കണക്കുകൂട്ടലും നമുക്കുണ്ട്. യേശു പറഞ്ഞു, തൻ്റെ ശിഷ്യരാകണമെങ്കിലും ചില വ്യവസ്ഥകളുണ്ട്, ചില കണക്കുകൂട്ടലുകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊരു ഉദാഹരണം യേശു പറഞ്ഞത്, ഒരുവൻ ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ അവന് ആദ്യം വരുന്ന അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കണം. അങ്ങനെ കണക്ക് നോക്കാതെ പണി തുടങ്ങിയാൽ ഒരുപക്ഷെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുവാനിടയായിത്തീരും. യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ട് പിന്നീട് പുറകോട്ട് പോയാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് യേശു പറഞ്ഞത്. യേശു ഒരു ധനവാന്റെ ഉപമയും പറയുകയുണ്ടായി. ഒരിക്കൽ ധനവാന് നല്ല വിളവ് കിട്ടി. അപ്പോൾ താനിരുന്ന് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ മനസ്സിലായി, തനിക്ക് ഏറിയ നാൾ ജീവിക്കാനുള്ള സമ്പത്ത് ലഭിച്ചിട്ടുണ്ട്. താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇനി ഏറിയ നാൾ ആശ്വസിക്കും, സന്തോഷത്തോടെ ജീവിക്കുമെന്ന് പറഞ്ഞു. അവനെപ്പറ്റി യേശു പറയുന്നത്, അന്ന് രാത്രി ദൈവം അവന്റെ ആയുസ് എടുത്താൽ അവൻ സ്വരൂപിച്ചു വെച്ചതെല്ലാം ആർക്കായി പോകും. അതിനോട് ചേർത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, ദൈവവിഷയമായി സമ്പന്നരാകുന്നില്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ വഴി, നമ്മുടെ വാതില്, നമ്മൾ എവിടെ ചെല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. യേശു പറഞ്ഞത്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അതിനോട് ചേർന്ന് യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ കിടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു പറഞ്ഞു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുകയും ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല എന്ന് യേശു പറഞ്ഞു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. നമ്മുടെ യജമാനൻ നമ്മുടെ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. എല്ലാ ദാസന്മാരെയും ദാസിമാരെയും ദൈവം വിളിക്കും കണക്ക് തീർക്കുവാൻ. യേശു പറഞ്ഞത്, മനുഷ്യർ പറഞ്ഞ ഏതു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമ്മളെ കണക്ക് തീർക്കുവാൻ വിളിക്കുമ്പോൾ അന്ന് നമുക്ക് യജമാന്റെ മുമ്പിൽ സാമർഥ്യത്തോടെ സന്തോഷത്തോടെ നിൽക്കുവാൻ കഴിയുമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും എന്ന യജമാനന്റെ സന്തോഷ വർത്തമാനം കേൾക്കുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് സാധ്യമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശരിയായ കണക്കൂട്ടലിൽ ശരിയായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോയി ദൈവരാജ്യത്തെ പ്രവേശിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.